കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ ദിവസം ആശൂറ ദിനായി നമ്മളെല്ലാവരും നോമ്പെടുത്തു. നമ്മൾ സാധാരണ സുന്നത്ത് നോമ്പ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഏറ്റവും പ്രബലമായ സുന്നത്ത് നോമ്പുകളിൽപ്പെട്ടതാണ് ആശൂറ നോമ്പ്, അതുപോലെ അറഫ നോമ്പ്. ഈ നോമ്പൊക്കെ എടുത്തപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നെയ്യത്ത്, ഒരു പക്ഷെ അതിന് പ്രതിഫലം പുണ്യമൊക്കെ പറയുന്ന രീതിയുണ്ട്. അഹ്തസിബു അന്ന സൗമ ആശൂറ യുകഫിറു സനത്തല്ലത്തി ഖബല. ഈ ആശൂറ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വർഷത്തെ പാപങ്ങൾ, കഴിഞ്ഞ ഒരു വർഷം മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രമുള്ള വെയിറ്റേജ് ഉള്ള, അത്രയേറെ മൂല്യമുള്ള, അത്രയേറെ ക്വാളിറ്റിയുള്ള, ക്വാണ്ടിറ്റിയുള്ള നോമ്പാണ് ഈ ആശൂറ നോമ്പ് എന്ന് പറയുന്നത്. ഒരൊറ്റ വർഷത്തെ പാപങ്ങൾ പൊറുക്കും. അതേപോലെ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അഹ്തസിബു അന്ന സൗമ അറഫ യുകഫിറു സനത്തല്ലത്തി ഖബലഹു വസ്സനത്തല്ലത്തി ബഅദ. ഈ അറഫ നോമ്പ് എന്ന് പറയുന്നതും കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വർഷത്തെ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം പ്രതിഫലം അറഫ നോമ്പിനുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ ഈ പ്രതിഫലത്തിലെ കണക്ക് കേട്ട് ഈ ഒരുതരം പുണ്യോമീറ്റർ നമ്മുടെ സമുദായത്തിനും ഒക്കെ സംഭവിച്ച ഏറ്റവും വലിയൊരു പിഴവാണ്. എന്തിന് പ്രതിഫലം, അതിനെത്ര പ്രതിഫലം, ഇതിനെത്ര പ്രതിഫലം. പ്രതിഫലത്തിന്റെ വണ്ണവും വലുപ്പവും ഒക്കെ ഹജ്ജൊക്കെ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ്. ഹജ്ജ് ചെയ്തോ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗം, ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗം, ഇങ്ങനെ ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗം. ഒരു ആശൂറ നോമ്പെടുത്താൽ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും. ഒരു അറഫ നോമ്പെടുത്താൽ അത് യഥാർത്ഥത്തില് 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രതിഫലങ്ങൾ കേട്ട് കേട്ട് പലപ്പോഴും പ്രതിഫലത്തിന്റെ, പുണ്യങ്ങളുടെ ഒരു ബർക്കത്ത് മീറ്റർ, പുണ്യത്തിന്റെ ഒരു മീറ്റർ വെച്ച് പ്രവർത്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പലപ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ്. ഹജ്ജ് മബ്റൂർ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. ഹജ്ജ് എന്ന പദമല്ല, മബ്റൂർ എന്ന പദമാണ് ഏറ്റവും പഠിക്കേണ്ടത്. ഹജ്ജും സഹീഹ് എന്നല്ല. ഹജ്ജ് നിർവഹിക്കുക ദുൽഹജ്ജ് 8-ന് മിനയിൽ പോയി, 9-ന് അറഫയിൽ പോയി, 9-ന് രാത്രി മുസ്ദലിഫയിൽ പോയി, പിറ്റന്നാള് ജംറയിൽ കല്ലെറിഞ്ഞു, മുടി മുറിച്ചു, അവിടെ നിന്ന് അങ്ങോട്ട് തവാഫ് സഅയൊക്കെ ചെയ്തു. അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്ത് പോകുന്ന, അത് മാത്രമല്ല ഹജ്ജ്. മബ്റൂർ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. നന്മകൾ നിറഞ്ഞ, പുണ്യം നിറഞ്ഞ, ജീവിതത്തെ വിശുദ്ധമായ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുക. ഞാൻ പറയുന്നത് അതിനാ സ്വർഗം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആശൂറ നോമ്പ്, ഞാൻ അത് പറയാനാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോമ്പെടുത്തു. ആശൂറ നോമ്പ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വിചാരിച്ചത്, ഒരു സുന്നത്തുമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ എങ്ങനെ നിന്നാൽ ഒരു വർഷത്തെ പാപം പൊറുക്കും, അങ്ങനെയൊന്നും ഇല്ലാതെ, അത്ര ലളിതല്ല കാര്യങ്ങൾ. ആശൂറ നോമ്പ് എന്ന് പറയുന്നത് ഒരു മഹത്തായ ചരിത്രമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരു ആശൂറ, ഒരു മുഹറം മാസം വരുമ്പോൾ അവന്റെ മനോമുകുരങ്ങളിൽ, അവന്റെ ഹൃദയങ്ങളിൽ വരേണ്ട കുറേ കാഴ്ചപ്പാടുകളുണ്ട്, കുറെ തീരുമാനങ്ങളുണ്ട്, കുറെ ധൈര്യവും ശക്തിയും കരുത്തുമൊക്കെ അവന്റെ മനസ്സിനും ഹൃദയത്തിലേക്ക് നൽകുന്ന നോമ്പായി ആശൂറ നോമ്പ് മാറണം. എന്താ ആശൂറ നോമ്പ്? എന്താ മുഹറം 10? ഹാദാ യൗമുൻ സ്വാലിഹ്. ഇതൊരു വലിയ ദിവസമായിരുന്നു, ഇതൊരു വലിയ ദിവസമായിരുന്നു. അൻജല്ലാഹു മൂസ വ ഖൗമഹു. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾക്കറിയാം. മൂസാ നബിയുടെ സമുദായമായ ബനു ഇസ്രായേലിനെ നിങ്ങൾക്കറിയാം. ആ മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളായ ഇസ്രായേലി സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. എവിടുന്ന്? ചെങ്കടലിൽ നിന്നും. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔൻ. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔൻ. ഇങ്ങനെ മുന്നിൽ ചെങ്കടൽ കണ്ടു, പിന്നിൽ ഫിർഔനെ കണ്ടു. ഫലമ്മാ തറഅത്തിൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മുന്നിൽ ഈ അലമാലകൾ, തിരമാലകൾ വന്ന ചെങ്കടലിനെ കണ്ടു. പിന്നിൽ ഫിർഔനും കൂട്ടരും വന്നു. ഉടൻ ഞങ്ങൾ പിടിക്കപ്പെടും, ഞങ്ങൾ പരാജയപ്പെടും, ഞങ്ങൾ തോറ്റുപോകും, ഞങ്ങൾ തീർന്നു പോകും, ഫിനിഷ്, ഞങ്ങൾ തീർന്നു പോകും, ഞങ്ങൾ അവസാനിക്കും, ഞങ്ങൾ ജനസൈഡ്, ഞങ്ങൾ കൂട്ടക്കൊലയ്ക്ക് വിധേയമാകും, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുമെന്ന് പലരും വിചാരിച്ചൊരു ഘട്ടം. പല മൂസ, മഹാനായ മൂസാ നബി പറയുന്നുണ്ട്, കല്ല ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ.
കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇതാണ് മുഹറം മാസത്തിലൊക്കെ ഓരോരുത്തരും പറയേണ്ട വാക്കത. അല്ല, ഞങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്, എൻ്റെ കൂടെ പടച്ച റബ്ബുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ കൂട്ടത്തിലാണ്, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ്, അള്ളാഹുവിൻ്റെ സഹായത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കും, അള്ളാഹു എന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഞാൻ ചെങ്കടലിൽ മുങ്ങിച്ചാവും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഫിർഔനും കൂട്ടരും എന്നെ പിടിച്ച് ജയിലിടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സഹായത്തിലും പടച്ച റബ്ബിന്റെ കരുത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതൊരു വാക്കല്ല, അതൊരു നിലപാടാണ്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായെന്നറിയോ? സാക്ഷാൽ ഫിർഔനും കൂട്ടരും ഫിർഔനെയും കൂട്ടരെയും അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊന്നു. ശരിക്കും പ്രത്യക്ഷത്തിൽ ഉണ്ടാകേണ്ട സമവാക്യം. ഞാൻ ഈ പറയുന്നത് ഒന്നും തന്നെ ഒരു പുരാണം പറച്ചിലാന്ന് വിചാരിക്കരുത്. നമ്മൾ ആരും ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആൻ ചരിത്രമൊക്കെ പറഞ്ഞത് ഒരു പുരാണം, പഴംപുരാണം, അസാത്തീറുൽ അവ്വലീൻ, പഴംപുരാണം പറയാണ്. ഏതോ മിത്തോളജി രാമായണ കഥയുടെ ത്രേതോ യുഗത്തിലെ ഏതോ ലുട്ടാപ്പി മായാവി കഥ പറയുന്നത് പോലെ എന്തൊക്കെയോ കഥാകഥനങ്ങൾ, മാതൃഭൂമി അമർചിത്ര കഥയിൽ കണ്ടതുപോലെ എന്തൊക്കെയോ കഥകൾ, കെട്ടിക്കഥകൾ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാനീ പറഞ്ഞ കഥകൾക്ക് ഒരു വർത്തമാന ലോകത്തേക്ക് ഒരു ലൈവായിട്ട്, ഒരു വർത്തമാന ലോകത്തേക്ക് ആ പറയുന്ന കഥകൾ ബ്രിഡ്ജ് ഉണ്ട്. ഖുർആനില് പല കാര്യങ്ങളും പറയുമ്പോഴും പല സംഭവങ്ങളും പറയുമ്പോഴും അതിന്റെ അവസാനം ഖുർആൻ പറയുക ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൻ നുഹാ, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഈ സംഭവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരു ഗുണപാഠമുണ്ട്. ഇബറ എന്ന് പറഞ്ഞാൽ ഗുണപാഠ. അബറ ഈ ഗൾഫിൽ ദുബായിലേക്ക് പോയവർക്കറിയാം. അവിടെ ഇങ്ങനെ ദേര ദുബായ്, ബർ ദുബായ്, രണ്ട് പ്രദേശമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒരു അബറ ഉണ്ട്. അബറ എന്ന് പറയാ, ഒരു ബ്രിഡ്ജ്. എന്നാൽ ദേരയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നാൽ, ഒരു ബ്രിഡ്ജ് കടന്നാൽ ബർ ദുബായിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പല സംഭവങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് ആ സംഭവത്തിന്റെ ബ്രിഡ്ജ് നിങ്ങൾ ജീവിക്കുന്ന പുതിയ ലോകത്തേക്കുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന പുതിയ ലോകത്തൊരു ബ്രിഡ്ജ് ഉണ്ട്. ഞാനിത് പറയുന്നത് മുഹറം 10 എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏതോ പുരാണ കഥകളിൽ ഈജിപ്തിന്റെ മണ്ണില് ചെങ്കടലിന്റെ ഭാഗത്ത് നടന്ന എന്തോ ഒരു സംഭവം എന്നൊരു കഥ പറയുന്നത് പോലെയല്ല. ആ ചെങ്കടലിൽ നിന്നും ഇന്ത്യയുടെ മഹാസമുദ്രത്തിലേക്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക്, ഇന്ത്യയിലെ കാവേരിയിലേക്ക്, ഇന്ത്യയിലെ ബ്രഹ്മപുത്രയിലേക്ക്, ഇന്ത്യയിലെ യമുനയിലേക്ക്, ഇന്ത്യയിലെ ഭാരതപ്പുഴയിലേക്ക്, ഇന്ത്യയുടെ പെരിയാറിലേക്കടക്കം അവിടുന്ന് ഒരു ബ്രിഡ്ജ്. അവിടെ ഫറോവയാണെങ്കിൽ ഇന്ത്യൻ ഫറോവകളുടെ മുമ്പിൽ, ഇന്ത്യൻ ഫറോവയുടെ മുമ്പിൽ, ഒരുപക്ഷെ അമേരിക്കൻ ഫറോവയുടെ മുമ്പിൽ, ഏതോ ഫറോവ എന്ന് പറയുന്നത് ഫിർഔനെ പറ്റി ഖുർആനിൽ ഇത്രത്തോളം പരാമർശിച്ചത് ഒരു പഴയ ഫിർഔനെ പറ്റി പറയാൻ വേണ്ടിയല്ല. ആ പഴയ ഫിർഔന് ഒരുപാട് അവതാരങ്ങളുണ്ട്. ഒരുപാട് അൽ ഫിർഔനുൽ ജദീദ്, പുതിയ ഫിർഔന്മാരുണ്ട്. കണ്ടംപററി ഫറോവ, കണ്ടംപററി സമകാലിക ഫറോവമാർ. ഒരു ഫറോവയെ പറ്റി ഇത്രത്തോളം പറഞ്ഞത് ഖുർആനില് ഏറ്റവും കൂടുതൽ പരാമർശിച്ച ശത്രു ആരാന്നറിയോ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദർശ ശത്രു, ഏറ്റവും വലിയ ശത്രു ഫിർഔനാണ്. ഫിർഔന്റെ പേരാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത്. ആ അർത്ഥത്തിൽ മറ്റാരുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ പേര് നമ്രൂദിന്റെ പേര് നേർക്ക് നേരെ പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് കഴിഞ്ഞ മാസം ദുൽഹജ്ജ് എന്ന മാസത്തിൽ നമ്മൾ സ്മരിച്ചത്. പക്ഷെ നമ്രൂദിന്റെ പേര് അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞിട്ട്, ഇൻഡയറക്റ്റ് പറഞ്ഞിട്ട് അലം തറ ഇലല്ലദി ഹജ്ജ ഇബ്രാഹിമ ഫി റബ്ബിഹി അൻ അതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദി യുഹ്യി വയുമീത്. അങ്ങനെ ഇബ്രാഹിമും നമ്രൂദും തമ്മിൽ ഒരു ഡയലോഗ് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ നമ്രൂദ് എന്ന പേര് പറയുന്നില്ല. പിന്നെ പറയുന്നത് ജാലൂത്ത് ഫലമ്മ ബറസൂലി ജാലൂത്ത ഫഖത്തല ദാവൂദ് ജാലൂത്ത എന്ന് പറയുന്ന ആ ജാലൂത്ത്, ഗോലിയാത്ത്, ദാവീദ്. എല്ലാ ഗോലിയാത്തിലും ദാവീദ് ഉണ്ട്. എല്ലാ ഗോലിയാത്തും ദാവീദ് ഉണ്ട്. ദാവീദിൻ സംഘർഷ ദാവൂദും ജാലൂത്തും. അതിൽ ജാലൂത്തിന്റെ പേര് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ പരാമർശിക്കുന്ന പേര് ആസർ, അല്ലെങ്കിൽ പിന്നെ പരാമർശിക്കുന്ന പേര് ഹാമാൻ. ഹാമാന്റെ പേര് 1-2 വട്ടം. അത് ഫിർഔന്റെ പേരിന്റെ കൂടിയാണ് ഹാമാൻ പറയുന്നത്. ഹാമാൻ ഫറോവയുടെ ഒരു വലങ്കൈ എന്നർത്ഥത്തിൽ, ഒരു അമിത്ഷ, ഫറോവയുടെ ഒരു അമിത്ഷയുടെ പേരെന്നർത്ഥത്തിലാണ് ഹാമാന്റെ പേര്. യാ ഹാമാൻ ഇബ്നുൽ ഇസ്റഹ ലഅല്ലി അത്തലു ഇലാ ഇലാഹി മൂസ. ശരിക്ക് ഫറോവയുടെ ഒരു മൂസ നബി ആക്കുന്നുണ്ട്. അങ്ങനെ ആക്കാന്ന് പറയുന്നത് ആക്കുക.
ഹാമാൻ, നീ ഒരു കാര്യം ചെയ്യ്, ആ മണ്ണിൽ ഒരു കെട്ടിടം, ഒരു ടവർ ഉണ്ടാക്കി, ഒരു ടവർ ഒരു ടവർ ഉണ്ടാക്കി, വലിയ കൊട്ടിടം. ഞാൻ മൂസാ നബി പറയുന്ന ഒരു പടച്ചോനുണ്ടല്ലോ, ഇവിടുത്തെ കുറെ ആളുകൾ അള്ളാഹു എന്ന് പറയുന്ന, അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ടല്ലോ, അള്ളാഹു ഇവര് പറഞ്ഞ പടച്ചോൻ അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഒരു പടച്ചോനെ ആക്കിയ വർത്താനം പറഞ്ഞ ആളാണ് ഫിർഔൻ. ഹാമാനെ കുറിച്ച് അങ്ങനെ, ഹാമാൻ നീ ഒരു ടവർ ഉണ്ടാക്ക്, ഒരു കൊട്ടാരം ഉണ്ടാക്ക്, ഞാൻ എന്നിട്ട് അതിന് മേലെ കയറി നോക്കട്ടെ. ഈ മൂസാ നബി പറയുന്ന, മുസ്ലിം സമുദായം പറയുന്ന ഒരു അള്ളാഹു, പടച്ച റബ്ബിന്റെ ഒരു ഖജനാവ്, അവന്റെ മലക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ച് പറഞ്ഞ് മൂസാ നബി പരിഹസിക്കുന്ന ഒരു ഡയലോഗ് ഫിർഔൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഖുർആനിൽ ഏറ്റവും പരാമർശിച്ച ഒരു ശത്രു ഫിർഔൻ തന്നെയുള്ളൂ. 70 സ്ഥലങ്ങളോളം പറയും, 75 സ്ഥലങ്ങളിൽ ഖുർആനിൽ ഫിർഔനെ പറ്റി പറയും. ഫിർഔൻ ഒരു പേര് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ആരെയും പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ച് മൂസാ നബി മറുപക്ഷത്ത്. ഈ ചരിത്രം മൂസ, ഫിർഔൻ, ബനു ഇസ്രായേൽ, ഇത് മൂന്നൊരു കേസ് സ്റ്റഡിയാണ്. പുതിയ ഭാഷ പറഞ്ഞാൽ കേസ് സ്റ്റഡിയാണ്. നിങ്ങളെല്ലാവരും മൂസാ നബിയെ പഠിക്കണം, നിങ്ങളെല്ലാവരും ഫിർഔനെ പഠിക്കണം, നിങ്ങളെല്ലാവരും ബനു ഇസ്രായേൽ സമുദായം, ഇത് മൂന്നിനെ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ എവിടെയാണ്, ആരുടെ കൂടിയാണെന്ന് തീരുമാനിക്കണം. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആരുടെ കൂടിയാണ് നിലകൊള്ളുന്നത്? മൂസാ നബിയുടെ കൂടിയാണോ? ഫറോവയുടെ പേടിച്ചും ഫറോവയുടെ അനുയായികളാണോ? അതല്ല ഇസ്രയേലി സമുദായത്തെ പോലെയാണ് നിങ്ങൾ ആരുടെ കൂടിയാണ്? നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പഠിക്കാനാ ഖുർആൻ. വിശുദ്ധ ഖുർആനില് എത്ര സ്ഥലത്ത് അത് പറയണമെന്ന് അറിയോ? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണല്ലോ, വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാണല്ലോ. ഖുർആൻ പാരായണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഫറോവ, ഈ ഇസ്രയേൽ, ഈ മൂസ ചർച്ചകൾ, സംവാദങ്ങൾ, അവർക്കിടയിലുള്ള ഈ തർക്കങ്ങൾ, അവർക്കിടയിലുള്ള ഈ വാഗ്വാദങ്ങൾ, അവർക്കിടയിലുള്ള ഇഷ്യൂകൾ, അത് നിരന്തരം അള്ളാഹു പറയുന്നുണ്ട്. അത് നിരന്തരമേ അള്ളാഹു എന്തിനെന്ന് പറയുന്നത്? ഇപ്പൊ സൂറത്തുൽ ബഖറ ബഖറ എന്ന പേര് തന്നെ ഇവിടുന്ന ഇസ്രായേലി സമുദായമായിട്ട് ബന്ധപ്പെട്ട ബഖറ, ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ എന്ന് പറഞ്ഞ ആ സൂറത്തിന്റെ തുടക്കം മുതൽ യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. യാ ബനി ഇസ്രായീൽ, സൽ ബനി ഇസ്രായീൽ, ഇസ്രായേലികളെ എന്ന ചർച്ചകൾ ധാരാളമായി സൂറത്തുൽ ബഖറയിൽ കാണാം. സൂറത്തുൽ ബഖറ നല്ലൊരു ഭാഗം അതാ. ഫസ്റ്റ് ജുസ് ഒക്കെ ഉണ്ടല്ലോ, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ കംപ്ലീറ്റ്. ഖൂലു ആമന്നാ വഖാലു ഖൂലു ഹൂദൻ ഔ നസ്വാറാ തഹ്തദു قل بل ملة إبراهيم حنيفا وما كان من المشركين أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله. ആകെ കൂടി ഈ വമൻ യർഗബ് അൻ ഇങ്ങനെ ഈ ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച. സൂറത്ത് ആലി ഇമ്രാൻ എന്ന് പറയുന്നതിന് അർത്ഥം ആലി ഇമ്രാൻ കുടുംബം അതിങ്ങനെ മൂസാ നബിയിൽ നിന്നും വന്ന്, പിന്നെ ഹാറൂൻ നബിയിൽ നിന്ന് വന്ന് യഹ്യ നബിയിലെത്തി, ഈസാ നബിയിലെത്തി, മറിയമിലെത്തി. അതും ഈ ചർച്ച തന്നെ അവിടെ ചെയ്യുന്നത്. ജൂത, ക്രൈസ്തവ, ഇസ്ലാം 3 മതവിശ്വാസങ്ങളുടെ താരതമ്യ പഠനങ്ങളാണ് സൂറത്തു ആലി ഇമ്രാൻ. സൂറത്തുൽ മാഇദയിൽ വലിയൊരു ഭാഗം ഈ ഇസ്രായേലി ചരിത്ര, മൂസാ നബിയുടെ ചരിത്ര, ഫറോവയുടെ ചരിത്ര. സൂറത്തുൽ മാഇദയിൽ, സൂറത്തുൽ അറാഫില് വളരെ പ്രധാനപ്പെട്ട ചർച്ച മൂസാ നബിയുടെ ചരിത്ര. പിന്നെ ഇങ്ങോട്ട് പോകുന്ന സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് ബനി ഇസ്രായീൽ, സൂറത്തുൽ കഹ്ഫ്. ഇന്ന് വെള്ളിയാഴ്ച ഓതിയ കഹ്ഫിൽ പോലും ഉണ്ട് മൂസാ നബി ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ തുഅല്ലിമനി മിമ്മാ ഉഅല്ലിംതു റുഷ്ദ. ഇന്ന് പോലും മൂസാ നബിയുടെ ചരിത്രം, ഇന്നത്തെ ഖുർആൻ പോലും, ഇന്നത്തെ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ പോലും ഉണ്ട്. സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ശുഅറാ, സൂറത്തുൽ സഫ, സൂറത്തുൽ നംൽ, സൂറത്തുൽ സ്വാദ്, സൂറത്തുൽ ഖസസ്. അപ്പോൾ അത്ര കഥകൾ, ചില കഥകൾ പഠിക്കണം കേട്ടോ, ചില കഥകൾ അറിയണം കേട്ടോ. ആ കഥകൾ, ഫറോവയുടെ കഥ നിങ്ങൾ അറിയണം. ആ കഥ ഫറോവയെ പറ്റി നിങ്ങൾ പഠിക്കണം, മൂസാ നബിയെ പറ്റി നിങ്ങൾ പഠിക്കണം, ബനു ഇസ്രായേലിനെ പറ്റി പഠിക്കണം. സൂറത്തുൽ ഖസസ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ആ ഫറോവയെ കുറിച്ച് നിങ്ങൾ എടുക്കണം. ആ ഫിർഔൻ ചെയ്യുന്ന നടപടികൾ നിങ്ങൾ പഠിക്കണം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔൻ ലോകത്തെ അഹങ്കാരം, ഞാനാണ് ലോകം,
ഞാനാണ് ലോകത്തിന്റെ നാഥൻ. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ലോകത്തിന്റെ നാഥൻ. അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഞാനല്ലയോ ലോകം ഭരിക്കുന്നത്, ലോകം ഞാൻ പറയുന്നത് പോലെ പോകണം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഏതോ ഒരു പുരാണത്തിലെ ഒരു വാക്ക് പോലെയാണ് തോന്നുന്നത്. ഞാൻ ഈ ആയത്ത് ഓതിയപ്പോൾ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതോ 3000 കൊല്ലം വർഷം തോറയിലുള്ള തൗറാത്തിലുള്ള ഏതോ ഈജിപ്തിന്റെ സീന മരുഭൂമിയുടെ ഒക്കെ ഇടയിൽ നടന്ന എന്തോ സംഭവം പോലെയാണോ തോന്നുന്നത്? അതല്ല. ഇന്നത്തെ വർത്തമാന ലോക രാഷ്ട്രീയത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കേൾക്കുന്നുണ്ടോ? ഹോർമുസ് കടലിടുക്കിൽ നിങ്ങൾ എന്താ കേൾക്കുന്നത്? ബാബുൽ മന്ദിബിൽ എന്താ നിങ്ങൾ കേൾക്കുന്നത്? ലോകത്തിന്റെ ഭരണാധികാരി, സമകാലിക ഇന്ത്യൻ ഫറോവ, സമകാലിക ലോക ഫറോവ ട്വീറ്റ് ചെയ്യുന്ന എക്സിൽ ട്രംപ് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ? ഞാൻ നശിപ്പിക്കും, ഞാൻ ഇറാനെ ചുട്ടുകളയും, ഞാൻ ഇറാനെ തീർത്തുകളയും, ഞാൻ ഇറാനെ നരകമാക്കും. എന്ത് രസം, എത്ര താരതമ്യം! ഖുർആനിൽ ഫറോവ പറയുന്ന വാക്കുകളെ നിങ്ങൾ ഇന്ത്യ ലോകത്തിന്റെ ഇന്നത്തെ സമകാലിക ഫറോവയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്ക്, സംസാര ഭാഷ നോക്ക്, ബോഡി ലാംഗ്വേജ് നോക്ക്. ഒരു പൊട്ടൻ, വിഡ്ഢി, ഒരു ബഫൂൺ, ഒരു അഹങ്കാരി, അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ച രൂപം, കിബർ. ഞാനാണ് വലിയ ബഹുമാനപ്പെട്ടവൻ, ഞാനാണ് ലോകം, ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാജ്യം. പ്രിയമുള്ളവരെ, ഫിർഔനെ പറ്റി ഖുർആൻ പറയുന്നത്, ആ ഫിർഔനിൽ നിന്നും സമകാലിക ലോകത്ത് നിങ്ങൾ ഫിർഔന്മാരെ കാണേണ്ടി വരും, നിങ്ങൾ ഫിർഔനെ അനുഭവിക്കേണ്ടി. അതുകൊണ്ടാണ് ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഈ ഫിർഔനെ പറ്റി പറയുന്നത്. അതൊരു പുരാണ ഫിർഔൻ പഠിക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഇന്ത്യയിൽ പോലും ഫിർഔൻ ഉണ്ട്. ഇന്ത്യൻ ഫിർഔനെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യൻ ഹാമാന്റെ നിയമങ്ങളാണ്. ഒരു പക്ഷേ ഈ അടുത്ത ദിവസങ്ങൾ ഉത്തരേന്ത്യൻ നാടുകൾ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുക. ബുൾഡോസ് ഓരോ പുതിയ നിയമങ്ങളും തത്വങ്ങളും ഒക്കെ FCRA ഉൾപ്പെടെ ഏറ്റവും പുതിയ നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥ ഈ രാജ്യത്ത് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്, ദോശ ചുട്ടെടുക്കുന്നത് പോലെ രാജ്യത്ത് മുസ്ലിം വിരുദ്ധ, ക്രൈസ്തവ വിരുദ്ധ, മതന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ വിധത്തിലുള്ള ഒരുപാട് ബില്ലുകളും നിയമങ്ങളും ചുട്ടെടുത്ത് അതിற்கு പുതിയ ട്രസ്റ്റ്, പുതിയ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഏതർത്ഥത്തിൽ അതിനൊക്കെ എല്ലായിടത്തും ഞെരിച്ച് കുരുക്കി അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ അന്തസ്സാർന്ന ഭാവി, ഒരു അന്തസ്സാർന്ന ജീവിതം മുസ്ലിം ഇന്ത്യക്കൊന്നും സാധ്യമാകാത്ത വിധത്തിൽ മുസ്ലിം ഇന്ത്യയെ എങ്ങനെ ദുർബലപ്പെടുത്താം? ഭൂമിയിൽ 96 ഇഞ്ചാണ് എൻ്റെ നെഞ്ചളവ് എന്ന് പറയുന്നത്. ആ വാക്കിൽ എന്താ നിങ്ങൾ വിചാരിച്ചത്? എൻ്റെ നെഞ്ചളവ് എത്രയാണ്? ഞാനാണ് ലോകം, ഞാനാണ് ഇന്ത്യ, ഞാനാണ് അമേരിക്ക, ഞാനാണ് ലോകം. ട്രംപ് ഒരു ഇതിഹാസമാണ്, പിന്നെ ട്രംപ് ഒരു പ്രതിഭാസമാണ്, പിന്നെ ട്രംപ് ഒരു പരിഹാസമാണ്. കേരളത്തിലൊരു ദാർശനിക ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ അദ്ദേഹത്തെ സംസാരം അദ്ദേഹം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ട്രംപ് ഉണ്ടല്ലോ, ഇപ്പോൾ അതൊരു പ്രതിഭാസമാണ്, പിന്നീട് അതൊരു പരിഹാസമാകും, പിന്നീട് അത് ദുരന്തമാകും എന്ന് അദ്ദേഹത്തെ പറ്റി ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഫിർഔനെ പറ്റി പറഞ്ഞത്, മുഹറം നോമ്പ് ഇത്ര പുണ്യം എന്ന് പറയാൻ കാരണം മുഹറം നോമ്പ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ലോകത്തെ സമകാലിക സാമ്രാജ്യത്വത്തെ മനസ്സിൽ കാണണം. ആ സാമ്രാജ്യത്വം ഇറാന്റെ മണ്ണിൽ നടത്തിക്കൊണ്ട് യുദ്ധം, ഒരുപക്ഷെ ഇറാനും അമേരിക്കയും നമ്മൾ യുദ്ധം അതുപോലെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇറാനും അമേരിക്കയും നമ്മൾ യുദ്ധം നടക്കുന്നു എന്ന് പറയേണ്ടവരല്ല. ശരിക്കും യുദ്ധം നേർക്കുന്നവരെ പറഞ്ഞാൽ ഇസ്ലാം ലോകത്തൊരു 3-ാം ലോക, ഇന്നത്തെ ഒരു വേൾഡ് കപ്പ് പോലും ആസ്വദിക്കാൻ കഴിയുന്ന കാലഘട്ടമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമുക്ക് വേൾഡ് കപ്പ്, അർജന്റീന ഫാൻസ് ഞങ്ങൾ എന്നൊക്കെ പറയാൻ രസമുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ റൊണാൾഡിഞ്ഞോയും അല്ലെങ്കിൽ അപ്പുറത്തുള്ള പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ ആഘോഷിക്കാനും ആസ്വദിക്കാനും അത് കട്ടൗട്ടർ വെക്കാനൊക്കെ എന്തോ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നത്? ലോകകപ്പ് ഫുട്ബോൾ മാത്രമല്ല, ലോകകപ്പ് യുദ്ധവും നമ്മൾ കാണുന്നുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മാത്രം ഒറ്റക്കണ്ണൻ സ്പോർട്സ് ഫാൻസിനോട് ഞാനൊരു കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഒറ്റക്കണ്ണൻ സ്പോർട്സ് ഫാൻസിന് ലോകകപ്പ് ഫുട്ബോൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് ലോകകപ്പ് യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം നടക്കുന്നത് വാർ ഓൺ ഇസ്ലാം, 3-ാം ലോക ഭീകര യുദ്ധമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിൽ, അത് ഇറാനെതിരല്ല, അത് ഇറാനും അമേരിക്ക തമ്മിൽ യുദ്ധമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആ യുദ്ധം ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിക സമൂഹത്തിനെതിരാണ്, ഇസ്ലാമിക കൂട്ടായ്മകൾക്കെതിരാണ്. മുസ്ലിം നാടുകൾ ദുർബലപ്പെടുത്തണം, മുസ്ലിം രാജ്യങ്ങളെ ശക്തി തകർക്കണം.
അങ്ങനെ ഇസ്ലാമിനെതിരെ യുദ്ധം, ആ ഇറാൻ യുദ്ധം പോലും ഫലസ്തീൻ പോരാട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് ശരിക്കും ഇപ്പോഴത്തെ ഇറാൻ യുദ്ധം ഉണ്ടാവുന്നത് പോലും. നേർക്കുനേരെ ഫലസ്തീൻ വിഷയത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട് ഗസയിലെ മനുഷ്യർ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി അവർക്കെതിരെ യുദ്ധം, ആ യുദ്ധത്തിന്റെ തുടർച്ചയാണ് പിന്നീട് നടന്ന ഇറാനുമായിട്ട് യുദ്ധം. ഞാൻ പറയുന്നത് ആ യുദ്ധം ഇറാനിൽ അവസാനിക്കില്ല, അത് തുർക്കിയിലേക്കും ഒരുപക്ഷെ സൗദി അറേബ്യയിലേക്കും, ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ല, ഒരു വെടിക്ക് ഒരുപാട് പക്ഷി എന്ന അർത്ഥത്തിലാണ് സാമ്രാജ്യത്വവും സിയോണിസവും ഒക്കെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്ന പോലും ഇസ്ലാമിനെതിരെ നടക്കുന്ന രണ്ട് ലോക ഭീകര യുദ്ധം നടക്കുന്ന കാലഘട്ടം. ആ യുദ്ധം ഇസ്ലാമിനാണ്, ഇസ്ലാമിക സമൂഹത്തിനാണ്, ഇസ്ലാമിക രാജ്യങ്ങൾക്കാണ്. അതിന് പക്ഷേ ഇറാൻ മാത്രമല്ല, സൗദി അറേബ്യ നശിക്കണം, UAE നശിക്കണം, ഖത്തറും കുവൈറ്റും നശിക്കണം, ബഹ്റൈനും നശിക്കണം. ഒരു പക്ഷേ അത്തരം രാജ്യങ്ങൾ പലരും ഈ ഫറോവയുടെ ഫാൻസ് അസോസിയേഷനാണ് അറബ് നാടുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ശൈഖന്മാര്. അതുകൊണ്ട് അവർക്ക് പോലും അറിയില്ല, സ്വന്തം ശവക്കുഴി തോണ്ടുക, സ്വയം രാജ്യത്തെ നശിപ്പിക്കാനാണ് സാമ്രാജ്യത്തിന് ബേസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ മുഹറം 10 ഖുർആനിൽ ഫിർഔനെ പറ്റി പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ പേർത്തും ധാരാളം സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞതിന്റെ കാര്യം, നിങ്ങൾ ഈ ഖുർആൻ നിങ്ങൾ ഓതേണ്ടി വരുന്ന കാര്യം, നിങ്ങൾ ഈ ഓതുന്ന ഖുർആനിൽ മാത്രമല്ല, നിങ്ങൾ ജീവിക്കുന്ന ലോകത്തും ഖുർആന് രണ്ട് കണ്ണും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു കണ്ണ് ഖുർആനിലാണെങ്കിൽ മറ്റേ കണ്ണ് ലോകത്താണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് രണ്ട് കണ്ണും, രണ്ട് കാത് ഇങ്ങോട്ട് മാത്രമല്ല, ഒരു കണ്ണ് മുസ്ഹഫിലാണെങ്കിൽ ഒരു കണ്ണ് നിങ്ങൾ ജീവിക്കുന്ന ലോകത്തേക്ക് വിടണം. ഫിർഔനെ പറ്റി ഓതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ലോകത്തേക്ക് വിട്. ഫലസ്തീനിലേക്ക് നോക്ക്, ഇറാനിലേക്ക് നോക്ക്, ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്ക്, നിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലേക്ക് നോക്ക്, ഈ രാജ്യത്തെ അധികാര ഭരണ കേന്ദ്രങ്ങളിലേക്ക് നോക്ക്. എന്നിട്ട് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ മൂസമാരാകാൻ കഴിയുന്നുണ്ടോ? മൂസയാകണം. മുഹറം നോമ്പെടുത്താൽ പോരാ. മുഹറം നോമ്പിന്റെ പുണ്യം, ഒരു നോമ്പ് സിമ്പിൾ, ഒരു നോമ്പെടുത്തു പ്രതിഫലം കിട്ടി, പ്രതിഫലം മതി എന്ന രീതിയിൽ ലളിത സമവാക്യത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കരുത്. മറിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ആശുറയുടെ ഈ മുഹറം 10 നോമ്പെടുക്കുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ 3000 വർഷം മുമ്പ് ഈജിപ്തിന്റെ മണ്ണിൽ, ഫലസ്തീന്റെ മണ്ണിൽ, സീനാ മരുഭൂമിയിൽ, ആ തൂർ സീനാ പർവ്വത നിരകളിൽ നാം കാണുന്ന ചരിത്രം, ആ ചരിത്രത്തിന്റെ ഇന്നത്തെ വർത്തമാന ചിത്രം ഒരുപക്ഷെ ഇന്നും ഈ ഇസ്രയേല് പോലും, ശരിക്കും ഇസ്രയേൽ ഒരു കാലഘട്ടത്തിൽ ഇരകളാ, മൂസാ നബിയുടെ അനുയായികളാ. പക്ഷെ അവർ ഇന്ന് ഫറോവയുടെ വേട്ടക്കാരുടെ കൂടെയാണ്. അന്നത്തെ വേട്ടക്കാരനാണ് ഫിർഔൻ, ഇന്ന് ആ വേട്ടക്കാരുടെ കൂടെയാണ് ഇന്നത്തെ ഇസ്രയേലുള്ളത്. ഇസ്രയേൽ എത്രത്തോളം മാറി. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റ വഅഹല്ലു ഖൗമഹും ദാറുൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഇസ്സൽ ഖറാർ. ഇസ്രയേല് എന്ന് പറയുന്നത് പോലും ഇന്നലകളിൽ അവരെ വേട്ടയാടിയ, ജനസൈഡ് ചെയ്ത, അവരെ കുഞ്ഞുങ്ങളെ കൊന്ന ഈ ആയത്തിനൊക്കെ ഇന്ന ഫിർഔന അലാ ഫിൽ വജഅല അഹ്ലഹാ ശിയഅ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും. എത്രത്തോളം സമകാലികമാണ് ഈ ഫിർഔൻ ചെയ്യുന്നത്. ഫിർഔന്റെ പൊളിറ്റിക്സ് ചെയ്യുന്നത് ജനങ്ങളെ തമ്മിൽ വേർതിരിക്കും. ഹിന്ദു മുസ്ലിം, ആന്റി മുസ്ലിം, മുസ്ലിം വിരുദ്ധർ, മുസ്ലിങ്ങളാ. അവർക്ക് എന്നർത്ഥത്തിൽ എല്ലാം മുസ്ലിം വിരുദ്ധം എന്നർത്ഥത്തിലേക്ക് രാജ്യത്തെ ജനങ്ങളെ മുസ്ലിങ്ങളും അതുപോലെ നോൺ മുസ്ലിം എന്നൊരു വേർതിരിക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലം. ലോകത്ത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് പ്രശ്നക്കാർ എന്ന് ലോകത്ത് മുഴുവൻ പറയുന്ന അവസ്ഥ. ഇങ്ങനെ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ വേർതിരിക്കുക, ജനങ്ങളെ വംശീയമായി വേർതിരിക്കുക. ലോകത്തെ ഞങ്ങളാണ് അഹങ്കാരി എന്ന് പറയുക. യുദബ്ബിഹു അബ്നാഅഹും. ശരിക്കും ദബഹാന്ന് അറക്കുക എന്നർത്ഥം. ശരിക്കും അറക്കുന്ന കശാപ്പകർ ആടി നടന്നു. ദബഹ എന്ന് പറഞ്ഞാൽ അറുകൊല ചെയ്യാൻ, അറുകൊല്ല. ഇത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനാണ് യുദബ്ബിഹു എന്ന് പറയാ. ഫിർഔൻ ചെയ്തത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഈ രാജ്യത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഫലസ്തീനില്, ഇറാനില് ഇറാനിലൊക്കെ യുദ്ധം തുടങ്ങുന്നത് തന്നെയും അമേരിക്കയുടെ ഓപ്പറേഷൻ തുടങ്ങുന്ന നേരെ മിനാബ് എന്ന ഇറാനിലെ ഒരു സ്കൂളിലെ 167 കൊച്ചു കുഞ്ഞുങ്ങളെ തലയിലേക്ക് ബോംബിട്ടുകൊണ്ടാണ് യുദ്ധം അവർ തുടങ്ങിയത് തന്നെ. കൊച്ചു കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യാം, മനുഷ്യ കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുന്നു. പെൺകുട്ടികളെ അപമാനിക്കുക. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അതുകൊണ്ട് ഇത്തരത്തെ ഫസാദ് ചെയ്യുന്ന ഫിർഔൻമാരെ നിങ്ങൾ മനസ്സിലാക്കണം.
എന്നിട്ട് നിങ്ങൾ അള്ളാഹു പറയുന്ന ആ വാക്കുകൂടെ അവസാനം ആ വാക്കുകൂടെ പഠിക്കണം. ഇവിടെയാണ് ഖുർആനിലെ വിദ്യാർത്ഥികൾ ആശുറ നോമ്പെടുത്ത സഹോദരങ്ങൾ, മുഹറം 10 നോമ്പെടുത്ത സഹോദരങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഭൂമിയിലെ പീഡിപ്പിക്കപ്പെടുന്ന, ഈ ഭൂമിയിൽ മർദ്ദിക്കപ്പെടുന്ന, അറുകൊല ചെയ്യപ്പെട്ട കുട്ടികൾ പണ്ട് നമ്മുടെയൊക്കെ കേരളീയ നവോത്ഥാന കാലഘട്ടത്തിന് പാടിയൊരു പാട്ടുണ്ടല്ലോ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതൻ തലമുറകളെ പിൻതലമുറക്കാർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ തലമുറയുടെ പിൻതലമുറക്കാർ എന്ന് ഈ കേരളീയ നവോത്ഥാനത്തിൽ സവർണ കുബേരന്മാരോട് അന്നത്തെ ഈ പിന്നാക്ക ജനവിഭാഗങ്ങളിലെ നവോത്ഥാന നായകന്മാർ പാടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇറാനിലെയും ഫലസ്തീനിലെയും അറബ് മുസ്ലിം നാടുകളിലെയും ഒക്കെ കൊല ചെയ്യപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളെ രക്തത്തിന് അല്ലാഹു പ്രതികാരം ചോദിക്കും. ഭൂമിയിൽ പീഡിപ്പിക്കപ്പെട്ട, ഭൂമിയിൽ കൊല ചെയ്യപ്പെട്ട ആ ജനങ്ങളെ ലോകത്ത് ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അവർ ലോകത്തിന്റെ നേതൃത്വത്തിൽ വരും, ലോകത്തിന്റെ അധികാരം അവരുടെ കൈകളിൽ വരും. ഫലസ്തീൻ വിജയിച്ചിട്ടേ ചരിത്രം അവസാനിക്കൂ. ഫലസ്തീനിലെ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കിടെ ഖബറിടം പൂത്തുലഞ്ഞിട്ടേ ചരിത്രം അവസാനിക്കൂ. ഫലസ്തീൻ വിജയിക്കും, അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വിജയിച്ചിട്ടേ ചരിത്രം അവസാനിക്കൂ. വനുമക്കിന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ ഇസ്ലാമിക സമൂഹത്തിന് അധികാരം നൽകും. ഭൂമിയിൽ പ്രവാചകന്മാരുടെ അനുചരന്മാർക്ക്, ഇസ്ലാമിന്റെ അനുചരന്മാർക്ക് ഭൂമിയിൽ അവർക്ക് നാം അധികാരം നൽകും. ഫറോവമാരെ, ഹാമാന്മാരെ, ആ ഫറോവയുടെയും ഹാമാന്റെയും ഫാൻസ് അസോസിയേഷൻ, ആ ഫറോവയുടെ അനുയായികളെ, ഫാസിസ്റ്റുകളെ, സിയോണിസ്റ്റുകളെ, ലോകത്തെ എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളോടും പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന ഇസ്ലാം, അവർ ഭയപ്പെടുന്ന ഇസ്ലാം, ഇസ്ലാമിക സമൂഹം, അത് ലോകത്തെ അധികാരത്തിൽ വരും, വിജയിക്കും. ഇതാണ് മുഹറം 10 സന്ദേശം. ഒരു സുന്നത്തോമ്പല്ല. നോമ്പിന്റെ പ്രതിഫലം 2 കൊല്ലത്തെ പ്രതിഫലം ഇങ്ങനെ കൊട്ടയിലാക്കി വട്ടിയിലാക്കി പ്രതിഫലം എടുത്തു കൊണ്ടുപോയി ചുമന്നു കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു തരം അക്ഷരവായനക്കാരല്ല, മറിച്ച് ഇസ്ലാമിക ലോകത്തിന്റെ അതിജീവനം, ഇസ്ലാമിക ലോകത്തിന്റെ വിജയം, അത് വിജയിക്കും. സാമ്രാജ്യത്വത്തെ ചെങ്കടലിൽ മുക്കിക്കൊന്നതുപോലെ പ്രിയമുള്ളവരെ, സൂയസ് കനാലിൽ, ഹോർമുസ് കടലിടുക്കിൽ, ബാബുൽ മന്ദിബിൽ, യൂഫ്രട്ടീസിൽ, ടൈഗ്രീസിൽ, മധ്യധരണ്യാഴിയിൽ, മെഡിറ്ററേനിയൻ മധ്യധരണ്യാഴിയിൽ, അതേ ഇന്ത്യയിലെ ഗംഗയിൽ, യമുനയിൽ, കാവേരിയിൽ, അതേ ഈ രാജ്യത്തെയും ലോകത്തെയും അക്രമികളായ ഫാസിസ്റ്റുകളെ, ഫറോവമാരെ മുക്കിക്കൊല്ലുന്ന ഒരു ഇന്ത്യ, മുക്കിക്കൊല്ലുന്ന ഒരു ലോകം. അതാണ് മുഹറം 10 നോമ്പ്.